ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞാൻ ലിതിമോള്, ഏലിക്കുട്ടി അമ്മ, പിന്നെ ചേട്ടായി, നമ്മുടെ ലിജിക്കൊച്ച് എല്ലാവരും കൂടെ കൂടിയിട്ട് ഹൈലൈറ്റ് മാളിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേട്ടായി പറഞ്ഞു ഒരു സിനിമയൊക്കെ കാണാൻ നമുക്കിന്ന്. അങ്ങനെ ചേട്ടായി ടിക്കറ്റൊക്കെ എടുത്തു. ഞങ്ങളെല്ലാവരും കൂടെ ഉള്ളിൽ കയറി. ശേഷം കുറച്ചു നേരം അവിടെ ഇരിക്കേണ്ടി വന്നു, കാരണം ഉള്ളില് തിയേറ്ററിൽ ക്ലീനിങ് നടക്കുകയാണ്. 7:30 ഷോയ്ക്കാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ ഞങ്ങൾ പുറത്തിരുന്ന് കുറേ നേരം സംസാരിച്ചു, ഫോട്ടോസൊക്കെ എടുത്ത് ഉള്ളിലേക്ക് പോവാണ്. ഷോ തുടങ്ങാറായി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഉള്ളിലേക്ക് കയറി കേട്ടോ. ഹായ് ഫ്രണ്ട്സേ, ഇപ്പം നമ്മളുള്ളത് കോഴിക്കോട് ഹൈലൈറ്റ് മാളിലെ തിയേറ്ററിലാണ് കേട്ടോ. ഞാൻ സിനിമ കാണാൻ വന്ന ചേട്ടായുണ്ട്, ലിജിമോളുണ്ട്, പാവയുണ്ട്, അമ്മയുണ്ട്, ആദിക്കുട്ടനുണ്ട്. ആദ്യം എവിടെ നിന്ന് വരുന്നുണ്ട്? ചേട്ടായും കുഞ്ഞേച്ചിന്റെ അവിടെയാണ് കേട്ടോ, ഫ്രണ്ടിൽ അവർ ഫ്രണ്ടിലാണ്. അതെ, കുഞ്ഞേച്ചിക്ക് മുകളിലോട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് അവർ രണ്ടുപേരും താഴെ ഇരിക്കുന്നു. ഞങ്ങള് മുകളിലത്തെ സീറ്റിലിരിക്കുവാണ് കേട്ടോ. സൈഡിൽ ഇരിക്കുവോ? മതി, നല്ല തണുപ്പുണ്ടോടാ? നടുക്കിരുത്തുമ്പോ മോനിപ്പറ വന്നോ, ഏലിക്കുട്ടിയമ്മ ഷോളിൽ തരാം. നീ ഇപ്പറ ഇരുന്ന, ഞാൻ അങ്ങ് അറ്റത്തിരിക്കാം. നീ ഇവിടെ ഇരി. അവർക്ക് അവിടെ സീറ്റ്. കൊച്ചിന് നടക്കം തൊട്ടല്ലേ ഷോള് കൊടുക്കുമ്പോ കൊച്ചിന് പനി പിടിക്കാന്ന് എനിക്ക് പേടി. കൊച്ചിന് ആക്ഷൻ ഇടുന്ന അതൊക്കെ ചെറിയ ജലദോഷം കൊണ്ട് നടക്കാൻ തുടങ്ങി. കൊടുക്കണ്ടായിരുന്നു. പോയി നോക്കിട്ട് തണുപ്പ് കൂട്ടണേ. പയ്യെ നമ്മുടെ ഇത് തന്നെയാണ് ഓടി വെച്ചേ. B12 അല്ലേ നമ്മുടെ സീറ്റ്? അതെ, B12 to 15 ആണ് കേട്ടോ. చాలా വിളിച്ചല്ലേ. എങ്ങനെയുണ്ട്? പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടോ? ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മുടെ ലുലുമാൾ പോലെ ഇത്രയും കൂടി വ്യത്യാസമുണ്ട്. ഇത്രയും കൂടി ഭംഗി തോന്നി. നല്ല ഇത്രയും കൂടി ഇത് തോന്നി കേട്ടോ. നല്ല രസമുണ്ട്. ലുലുമാള് നല്ലതാണ്, അല്ലെന്നല്ല, പക്ഷെ നല്ല രസമുണ്ട്. ഇത്രയും കൂടി ഒരു ഇത് തോന്നി ഇവിടെ വന്നപ്പോ. തണുപ്പുണ്ട് കേട്ടോ. തണുപ്പടിക്കാൻ പറ്റാത്ത ആൾക്കാരാ ഞാനും ലിജിമോളെ ആദ്യമൊക്കെ. ഏത് സിനിമയാണെന്നറിയോ? അറിയത്തില്ല ഏത് സിനിമയാന്ന്. എനിക്കറിയത്തില്ല. ചേട്ടായി സിനിമ വിളിച്ചത് ഞങ്ങള് പോകും. ഏത് സിനിമയാന്ന് ചോദിച്ചില്ല. അവിടെ വന്നപ്പം 2-3 സിനിമയൊക്കെ ഉണ്ടായിരുന്നു. ഏതാന്ന് അറിയത്തില്ല കേട്ടോ. തുടങ്ങുമ്പോ അറിയാം ഏത് സിനിമയാന്ന്. എനിക്ക് തോന്നുന്നു അർജുന്റെ സിനിമയായിരിക്കാം, മേബി. തോന്നുന്നു, അറിയില്ല കേട്ടോ. ഞാൻ സത്യം പറഞ്ഞ് മറന്നുപോയിട്ട് സിനിമ ഏതാന്ന് ചോദിക്കാൻ. എന്തായാലും ആട്ടെ, വരുമ്പോ കാണാം. എന്ത് സിനിമ കാണാൻ പറ്റും. അങ്ങനെ ഇന്റർവെല്ലായി. ഞാൻ ലിതിമോള് ആദ്യം വേഗം ടോയ്ലറ്റിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു. സിനിമയെ കുറിച്ച് പറയാനാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ്. ട്വിസ്റ്റ് ഉണ്ടോ ഒന്നും അറിയില്ല. അപ്പൊ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യം ചേട്ടന്റെ അടുത്തേക്ക് ഓടിപ്പോയി. അവന് പിസ്സ വേണമെന്ന് പറഞ്ഞപ്പോൾ ചേട്ടായി പിസ്സയ്ക്ക് ഓർഡർ ചെയ്തു. അത് നമ്മുടെ സീറ്റിൽ കൊണ്ടുപോയി തരൂ കേട്ടോ. 10:45 ആയപ്പോഴത്തേക്ക് സിനിമ കഴിഞ്ഞു. ഞങ്ങളത് തിയേറ്ററിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. ചേട്ടായി ലിജിമോൾക്ക് ചെരുപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇറങ്ങിയ ശേഷം ഞാൻ എല്ലായിടത്തും ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു, സിനിമ ഇഷ്ടമായോ എന്ന്. എല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ ആദ്യക്ക് പറ്റുന്ന ഒരു സിനിമയല്ല, അവൻ ആക്ഷൻ മൂവീസ്, കോമഡി അതൊക്കെയാണ് ഇഷ്ടം. പിന്നെ ലിജിമോളുടെയും ചേട്ടായിയുടെ ഒരു സബ്സ്ക്രൈബർ ചേച്ചി വന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തു. പിന്നെ ആദ്യം ഒരു പോസ്റ്റിൽ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ സിനിമയല്ലേ നമ്മൾ കണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ ലിജിമോൾ പറഞ്ഞു എനിക്ക് ആ സിനിമ ഒരുപാട് ഇഷ്ടമായിരുന്നു. അപ്പൊ നിങ്ങൾക്കും ഈ സിനിമ ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യുക. അതുപോലെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം. അത് നമ്മൾ ഫ്രണ്ടിലേക്ക് നടക്കാണ് കേട്ടോ. ഏലിക്കുട്ടിയമ്മ എന്റെ കൈ പിടിച്ചായിരുന്നു, കാരണം അമ്മയ്ക്ക് കാലുവേദന ഉള്ളത് കൊണ്ട് അമ്മയ്ക്ക് പയ്യെ നടക്കാൻ പറ്റുള്ളൂ. ടൈലിലൂടെ ആയതുകൊണ്ട് തന്നെ വീഡിയോ എന്നൊക്കെ ഒരു പേടി. അങ്ങനെ നമ്മൾ ഫ്രണ്ടിലേക്ക് പോവുകയാണ്. ലിജിമോളും ചേട്ടായി ഫ്രണ്ടിൽ നടക്കുകയാണ്. അങ്ങനെ ആദ്യക്ക് പിള്ളേരുടെയൊക്കെ സെക്ഷൻ വന്നപ്പം ഒരു അത്ഭുതമായിട്ട് കണ്ടിട്ട്. അപ്പം പിന്നെ സമയം പോയതുകൊണ്ട് നമ്മൾ കയറിയില്ല. ഇനി വരുമ്പോൾ കയറാമെന്നും പറഞ്ഞ് നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവുകയാണ്. ആദ്യമൊരു ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. RB പോയി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ അമ്മയ്ക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമാണ്. അമ്മ അങ്ങനെ ഒന്നും വരലില്ലല്ലോ. നമ്മൾ ഇടുക്കിക്കാർക്ക് സത്യം പറഞ്ഞ് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷവും അത്ഭുതവും ഒക്കെയാണ് കേട്ടോ. പണ്ട് എനിക്കിങ്ങനെയായിരുന്നു ആദ്യ കാലങ്ങളിലൊക്കെ. പിന്നെ അങ്ങനെ ശീലമായി കണ്ട്.
അങ്ങനെ എൻ്റെ കയ്യിലൊക്കെ പിടിച്ച് കഴിഞ്ഞ ശേഷം അടുത്ത് ലിതിമോളുടെ കയ്യിലേക്ക് പിടിച്ചേട്ടോ അമ്മ. അമ്മയ്ക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാലുവേദനയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് വന്നത്. ഇനി തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോകണം എന്ന് വിചാരിച്ചു. ആറമ്പിയിലേക്ക് നടക്കുകയാണ്. അവർ 3 പേരും ഫ്രണ്ടിൽ പോകുന്നുണ്ട്, ഞങ്ങൾ 3 പേരും പയ്യെ പുറകിൽ പോകുന്നതേ ഉള്ളൂ. അങ്ങനെ ആറമ്പി ചെന്നപ്പോഴാണ് മനസ്സിലായത് അത് അടച്ചു പോയിട്ടുണ്ട്. 10:45 എന്താ നേരത്തെ, ഈ സമയത്ത് അടയ്ക്കുമായിരിക്കും, അറിയില്ല. പിന്നെ ഞാനും ആദ്യം കൂടെ എസ്കലേറ്റർ കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയായിരുന്നു. കുറേ പ്രാവശ്യം പോയിട്ടോ. നമ്മളെ എറണാകുളത്ത് പണ്ട് ലുലുമോളിൽ പോവായിരുന്നു ആദ്യ കാലങ്ങളിലൊക്കെ കേട്ടോ. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു അത്ഭുതമൊക്കെ ആയിരുന്നു. കാരണം ഇതൊക്കെ സിനിമയിലല്ലേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു 10-15 പ്രാവശ്യം കയറി ഇറങ്ങുമായിരുന്നു. ഇതിൽ കയറാൻ വേണ്ടി തന്നെ നമ്മൾ ലുലുവിൽ പോയിട്ടുള്ള സമയങ്ങളുണ്ട്. അതൊരു ഫീലാണ് കേട്ടോ. അങ്ങനെ ലിതിമോളും മേലിലേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നു. കുറെ ആളുകൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, ഇവരേതാണ്, ഇതൊന്നും കണ്ടിട്ടില്ലേ എന്നുള്ള മറ്റിലൊക്കെയാണ് ആൾക്കാർ നോക്കിയത്. പക്ഷെ അതൊന്നും നമുക്ക് പ്രശ്നമല്ല, നമ്മുടെ സന്തോഷമാണല്ലോ നമുക്ക് വലുത്. അങ്ങനെ ഞാൻ താഴെ നിന്ന് ലിതിമോളോട് പറഞ്ഞു, ലിതിമോളെ ഫോൺ ചരിച്ചു പിടിക്കാതെ നേരെ പിടിക്ക്, വീഡിയോ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ലിതിമോള് നേരെ പിടിച്ച് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ചേട്ടാ ഇതേ ചെയറിലിരിക്കുന്നു. അതുപോലെ ലിതിമോളും അമ്മയും ആദ്യം ഞാനൊക്കെ ഇതേ താഴെ നിൽക്കുകയാണ്. നമുക്ക് പിന്നെ അമ്മേനെയും അച്ഛനെയും പിള്ളേരെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരൊക്കെ ഉണ്ടായിരുന്ന രസമായിരുന്നു. ഒരു ഫാമിലി ആയിട്ടൊക്കെ ഇങ്ങനെ പുറത്തു വരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷവും ഒക്കെയാണ് കേട്ടോ. അപ്പൊ ലിതിമോൾ ഓടി വന്നിട്ട് ദേ ഈ ചെയറിൽ അങ്ങ് കയറിയിരുന്നു. എന്നോട് ചോദിച്ചാൽ എന്ത് ചെയറാണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ബോഡി മസാജ് ചെയ്യുന്ന ചെയറാണ്. അപ്പൊ ഇതിൽ കിടന്നിട്ടൊന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ കൊടുത്താലേ നമുക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ തോന്നത്തുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ കുറെ നേരമൊക്കെ നിന്ന ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നമ്മുടെ വണ്ടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അതിന് നമ്മൾ വീൽ ചെയർ പാർക്കിംഗ് ഏരിയയിലാണ് വണ്ടി പാർക്ക് ചെയ്യാറ് കേട്ടോ. എപ്പോൾ വന്നാലും ഇവിടെ തന്നെയാണ് പാർക്ക് ചെയ്യാറ്. അങ്ങനെ ലിജിമോളെ ചേട്ടായി വണ്ടിക്കകത്ത് കയറ്റി, അമ്മച്ചിയും കയറി, ലിതിമോളും ആദ്യം കയറിയിട്ടുണ്ട്. ഏകദേശം സമയം 11:30 കഴിഞ്ഞിട്ടുണ്ട്. സിനിമ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ചേട്ടായി ഫുഡൊക്കെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു, പിസയൊക്കെ. അതൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആർക്കും വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഉള്ളിൽ നിന്നൊന്നും കഴിക്കാതെ വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. വീട്ടിൽ നമ്മൾ നെയ്ച്ചോറും അതുപോലെ തന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടല്ലേ പോകുന്നത്. അപ്പോൾ അതൊക്കെ വേസ്റ്റായി പോകും നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ. നമുക്കൊന്നാമത് ഫ്രിഡ്ജും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഫുഡൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റത്തില്ല. ഫുഡ് വെറുതെ വേസ്റ്റായി പോകണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഫ്രണ്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ പാലം പണിയൊക്കെ നടക്കുന്നുണ്ട്, കുറച്ച് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ തിരിച്ച് ക്യാമറ നോക്കുമ്പോൾ നമ്മുടെ ആദിയും ലിതിമോളും ഒക്കെ ഇരിപ്പുണ്ട്. നമ്മുടെ ആദി ചെറിയ ഉറക്കമൊക്കെ ആയി. അങ്ങനെ നമ്മൾ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ കുറെ ഹോട്ടൽ, അവിടെ എത്ര ഹോട്ടലുണ്ടെന്ന് എണ്ണുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഏകദേശം നമ്മുടെ പാലാഴി വരെ 23 ഹോട്ടൽ നമ്മൾ എണ്ണി. പിന്നെ അതുകൂടാതെ കുറെ ഹോട്ടലുണ്ട്. കൂടുതലും കോഴിക്കോട് എൻ്റെ പ്രത്യേകത പറഞ്ഞാൽ അവിടുത്തെ ഫുഡാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഫുഡാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ഹോട്ടലുകളാണ്. അതും വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ, വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ്, അടിപൊളിയാണ് കേട്ടോ. പോകുന്നതിന് മുന്നേ എല്ലാം ട്രൈ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും നമ്മുടെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടിനും എല്ലാവരുടെ സ്നേഹത്തിനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഓക്കെ ബൈ.